Hi friends, welcome to Rasfis kitchen. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പച്ചമാങ്ങ ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇതിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു ജ്യൂസിന്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഇത് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ കാണുന്നവരിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഫസ്റ്റ് നമുക്ക് മാങ്ങയുടെ തൊലിയൊക്കെ അങ്ങ് ചെത്തിയെടുക്കണം. അപ്പോൾ ഒരു പീലർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി യൂസ് ചെയ്തിട്ടോ നമുക്ക് അതിൻ്റെ തൊലി അങ്ങ് ചെത്തിയെടുക്കാം. അങ്ങനെ ആ മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 മാങ്ങ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മാങ്ങ എന്ന് പറയുന്നത് ഇളം പഴുപ്പായിട്ടുള്ളൊരു മാങ്ങയാണ്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അങ്ങ് പഴുക്കാനായിട്ടുള്ളൊരു മാങ്ങ ഉണ്ടാവില്ല. ആ ഒരു മാങ്ങ നോക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇതുപോലെ മാങ്ങ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ജ്യൂസ് അടിച്ചെടുക്കുന്നത് നോക്കാം. ഞാൻ മാങ്ങ കട്ട് ചെയ്തത് ജ്യൂസ് അടിക്കുന്ന മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പുതിനയുടെ ഇലയാണ്. നമ്മുടെ ജ്യൂസിന് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടാനൊക്കെ നല്ലതാണ്. പിന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ പീസ് വേണം. പിന്നെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് പറഞ്ഞത് പച്ചമുളകാണ്. ഇതും കൂടെ നമ്മുടെ ജ്യൂസിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ചിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. അതങ്ങ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പുളിയെ ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ജ്യൂസിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളും അതിന് മുകളിൽ ഒരു അരിപ്പയും വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അടിച്ച് വെച്ചിട്ടുള്ള ജ്യൂസ് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇങ്ങനെ കുടിക്കണം എന്നുള്ള ആളുകൾക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ കുടിക്കാം. അപ്പോൾ കുറഞ്ഞൊരു ചണ്ടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങ് അരിച്ചെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മാങ്ങയുടെ ചണ്ടിയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജ്യൂസ് ഗ്ലാസ്സിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമുക്ക് നോമ്പൊക്കെ ആവാറായല്ലോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസുമായി വരുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.